ഇതാ വെള്ളം. വെള്ളമൊക്കെ തിരിച്ചു വന്നിട്ട്. ആ ഇന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ആ പെണ്ണ് വീണത് തന്നെ. നമ്മുടെ നൌഷാര ജമ്മു റോഡാണ്. ബാരിപ്പതൻ പാലത്തിന്റെ ഇപ്പുറത്ത് നമ്മള്, തൊട്ടപ്പുറത്ത് ശിവാരിജ് മലയാണ്. അവിടെയാണ് ടെററിസ്റ്റുള്ള സന്നാഹം. നമ്മുടെ ആർട്ടിലറി മുല നിരത്തി അടിക്കാണ്. അവര് മോശമില്ല, പാലം തകർക്കണം. അതാണ് അവരുടെ പ്ലാൻ. പാലം കടന്നു കിട്ടിയാൽ നമ്മൾ അവരെ തരിപ്പടാക്കും. ഫയറിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഫയറിംഗ് ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. കമാൻഡിംഗ് ഓഫീസർ ഒരു പഞ്ചാബി, അവർ മിൽഖാ സിംഗ്, അറിയോ? ഇല്ല. പുലിയാണ്, പുലി. മൂവ് ചെയ്യാൻ ഓർഡറായി. പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഇൻഫൻട്രിയിൽ ഞങ്ങൾ 7 പേരാ. ചായ. എന്നിട്ട് പാലം കടന്നോ? കടക്കാണ്ടിരിക്കാൻ പറ്റുമോ? തൃശൂർ പൂരാ നടക്കണം ഞങ്ങൾ വിചാരിച്ചു. വെട്ടിക്കെട്ട്. പറമേക്കാവ് തിരുവമ്പാടി, തിരുവമ്പാടി പറമേക്കാവ്, പറമേ. അതെ, പെണ്ണ് കാണാനല്ലേ നമ്മൾ വന്നത്? അതെ. സോറി, ഞാൻ അങ്ങോട്ട് വിട്ടു. അവൾക്കത് പുതുമയൊന്നുമല്ല. എന്റെ കത്തി കുറെ കേൾക്കണതല്ലേ. അത് ഞങ്ങള് പട്ടാളക്കാരുടെ കുറ്റൊന്നുമല്ല. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അനുഭവങ്ങൾ കടന്നു വന്നവരാ അല്ലേ സുധാകരൻ നായരെ? അതെ. ചായ തണുക്കും. ചായ തന്ന ആളോട് ഒരു വാക്ക് മിണ്ടാട്ടോ. സോറി. സുഭദ്ര എന്നല്ലേ പേര്? അല്ല, സുമിത്ര. മറന്നു. സുമിത്ര, ചായ നന്നായിണ്ട്. ഒരു നന്ദി പറഞ്ഞേക്ക് സുമിത്രേ. താങ്ക്സ്. പെൺകുട്ടികളുടെ കല്യാണം ഒരുതരം കുതിരക്കച്ചവടമായിട്ടുണ്ട്. ആ മനസ്സിലായിട്ട് വരുന്നവർക്ക് എന്റെ മോളെ ഞാൻ കൊടുക്കില്ല. എന്റെ മോൾക്ക് കൊടുക്കണ്ട എന്താന്ന് നിശ്ചയിക്കേണ്ടത് ഞാനാ. കച്ചവടക്കാരനല്ലാത്ത ഒരാള് വരാണ്ട് അവളിവിടെ നിന്നു പോവെങ്കിൽ വേണ്ട. എന്തേ? ഞങ്ങള് കച്ചവടക്കാരാണ്, പെണ്ണുകെട്ട് കച്ചവടമല്ല. ഞങ്ങൾക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, പെൺകുട്ടി നന്നായിരിക്കണം. എന്റെ കുറവുകള് എനിക്കറിയാം. എന്ത് കുറവ്? പ്രായോ? ആദ്യം ഇത്തിരി ഉള്ളതാ നല്ലത്. 34-ാമത്തെ വയസ്സിലാ ഞാൻ കെട്ടിയത്. പിന്നെ സുധാകരൻ നായർ പറഞ്ഞ പോലെ കാല് നാട്ടുകാര് തല്ലിപിടിച്ചൊന്നുമല്ലല്ലോ, രാജ്യത്തിന് വേണ്ടി കൊടുത്തതല്ലേ. എന്റെ മോൾക്ക് അതൊരു കുറവായി തോന്നില്ല എന്നാ എന്റെ വിശ്വാസം. അപ്പൊ നീ നാളെ രാവിലെ കടലിലേക്ക് വന്നാൽ മതി. ഗേറ്റ് തുറന്നാൽ തിരിച്ചോളൂ. വെറുതെ ആണോ ആളില് പറയണേ? ഇതിനെ സദാസമയം പൂട്ടിയിടേണ്ട ആവശ്യം എന്താ? തുറന്നിട്ട് പോയാൽ നല്ല ചേലായി. വന്നോട്ടെ. ഞാനിവിടെ അല്ലെങ്കിൽ ഒരു പൂവോ ചെടിയോ ബാക്കി വെച്ചേക്കോ അസുരത്തുക്കള്. നല്ല വട്ട് തന്നെ. അത്യാവശ്യമായിട്ട് ഒരാൾക്ക് ഇങ്ങോട്ട് വരണമെങ്കിലോ? അതിന് നമ്മുടെ കയ്യിൽ വേറെ താക്കലുണ്ട്. അതെ, എന്തും അധികമായാൽ എന്താ പറയാന്നറിയോ? ഭ്രാന്ത്. ആ ഭ്രാന്ത് തന്നെയാ. പക്ഷേ നിങ്ങളുടെ ഭ്രാന്ത് ഞാൻ പറയുന്നില്ല, കാറ് കേൾക്കും. ആ ഭ്രാന്ത് നിനക്കുണ്ടാവും. കല്യാണം കഴിയട്ടെ. എന്നാലും ഇത്രയും വരില്ല. ആ പോട്ടെ. എന്താടാ ഊണ് കഴിച്ചാ? ഇന്ന് മീൻ ഇറച്ചൊന്നും ഇല്ലാണ്ട് നീ വെള്ളം ഉണ്ടാക്കിയ? പോയിട്ട് എന്തായി? നമ്മള് വിചാരിച്ച പോലെ ഒന്നും അല്ലമ്മേ. പെൺകുട്ടി തെറ്റില്ല. പൊന്നും പണമൊന്നും കാര്യമായിട്ട് കിട്ടില്ല. നമുക്ക് എന്തിനാ പൊന്നും പണമൊക്കെ? ഒന്നുമില്ലെങ്കിലും രാജ്യത്തിന് വേണ്ടി ജീവിച്ച ഒരു ജവാന്റെ മോളല്ലേ, ആ പുണ്യങ്ങളുണ്ടാവും. എന്തായാലും നടന്നു കണ്ടാ മതി. അമ്മ എങ്ങനെ കുളിച്ചൊരുങ്ങി? ഏതാണ്ട് വിരുന്നിന് പോണ പോലെ. പച്ചവെള്ളത്തിലാ കുളിച്ചേ? അതൊന്നും സാരമില്ല. സാരില്ലാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വന്നാൽ ഞാൻ തന്നെ ചുമക്കണം. പിന്നെ മോനെ, നമുക്കൊന്ന് ശിവൻകുട്ടിയുടെ അടുത്തേക്ക് പോവാ. ഇപ്പോഴോ? എന്താ വിശേഷം? വിശേഷം ഉണ്ടെങ്കിൽ എനിക്ക് അവനെ പോയി കാണാൻ പറ്റൂ. എന്റെ മോനെ ഒന്ന് കണ്ടിട്ട് മാസം ഒന്ന് കഴിഞ്ഞു. അതിന് അവനൊന്ന് ഇങ്ങോട്ട് വന്നാൽ എന്താ? ഈ വയസ്സുകാലത്ത് അമ്മ ഇക്കണ്ട ദൂരം യാത്ര ചെയ്ത് അങ്ങോട്ട് പോണോ? അവന് സമയം ഉണ്ടാവണ്ടേ?
നിന്നെ പോലെയാണോ? അവനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാ. ഞാൻ പണിയും തൊഴിലില്ലാത്തവനാണല്ലോ. എന്തായാലും ഞായറാഴ്ച ആവട്ടെ. ഏയ്, ഞായറാഴ്ച ആവാനൊന്നും നിക്കണ്ട. ശാന്ത ഇവിടെ വന്നപ്പോഴാ പറഞ്ഞത്. അവൻ വലിയ വിഷമത്തിലാ. ഏട്ടനും അമ്മയും അവനെ തിരിഞ്ഞു നോക്കില്ലാന്ന്. ബിന്ദുവിന് അടുത്ത ആഴ്ചയാന്നാ ഡോക്ടർ പറഞ്ഞേക്കണേ. കടിഞ്ഞൂളെന്നെങ്കിലും വേറുന്നില്ലേ? ശാന്തി എങ്ങാതിലും ചെന്നത് വലിയ സന്തോഷായി ഇത്രേ. ഞാൻ ചെന്നാ വലിയ സമാധാനാവും അവന്. അപ്പൊ ബിന്ദുവിന്റെ പ്രസവം വരെ അമ്മ അവിടെ നിൽക്കാനാ പരിപാടി? അതല്ലടാ കാര്യം. ബിന്ദുവിന്റെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിലും ഉണ്ടാവണ കുരുന്ന് നമ്മളുടേതല്ലേ, അത് നമ്മൾ നോക്കണം. ഞാൻ പറയണത് നമുക്ക് രണ്ടാൾക്കും അങ്ങോട്ട് പോവാന്നാ. അമ്മ എന്താ ഈ പറയണേ? അവന്റെ ഭാര്യ വീട്ടിൽ പോയി ഞാൻ വിരുന്ന് താമസിക്കേ? അതിനെന്താ, എന്തായാലും എനിക്ക് പോയേ പറ്റൂ. അവിടെ ചെന്നാല് അമ്മയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആരെങ്കിലും. പിന്നെ ഞാൻ ഉള്ള കുട്ടിയല്ലേ, എന്ത് പറഞ്ഞാലും ഒരു മുടക്കാൻ പറയും. വെറുതെ അല്ല ശാന്ത പറയണം. അവരൊക്കെ പറഞ്ഞോട്ടെ, അമ്മ പറയാണ്ടിരുന്നാ മതി. നീ ഒന്ന് ആലോചിച്ചു നോക്കടാ. നമ്മള് ഒന്നും ആലോചിക്കാനില്ല. അമ്മയ്ക്ക് പോണം. അവളുടെ പ്രസവം കഴിയുന്നവരെ അവിടെ നിൽക്കാൻ അത്രയല്ലേ ഉള്ളൂ. അമ്മ വേണ്ട എന്നാ വെച്ചാൽ എടുത്തു വെച്ചോളൂ, ഞാൻ കൊണ്ടാക്കാം. എന്താ എന്താ കിടക്ക്, പടിക്ക് കിടക്ക്. ആ, ഞാനൊരു കാര്യം. ഒന്നും പറയണ്ട. എന്താ പറയാൻ പോണെന്ന് എനിക്കറിയാം. ഇവിടെ ആർക്കും കൊടുക്കാനും പോവില്ല. ഞാൻ ഗോവിന്ദമേനോന്റെ പേരക്കുട്ടിയാ. അതുകൊണ്ട് നടക്കുന്ന അവിടെ ഫ്രീ പാസ് ഉണ്ടോ? ഗോവിന്ദമേനോന്റെ പേരക്കുട്ടിയല്ല, ഗോവിന്ദമേനോൻ തന്നെ വന്നാൽ പോലും ഇവിടെ പോവില്ല. വെറുതെ അല്ല നമുക്കൊരു പെണ്ണ് കിട്ടാത്തത്. ഇന്ന് പോയി കണ്ട പെണ്ണുണ്ടല്ലോ, ആ ജവാന്റെ മുള്ളു, അവളെ കിട്ടാൻ മുള്ള നമുക്ക്. ഓടി ഓടി പുറത്ത് പോടി. പോവാണടോ. ശോഭം നിൽക്കണില്ല പാലാടുന്നുണ്ട്. ജവാൻ സാർ. അയ്യോ, കള്ളി നിൽക്കണ. ആ അമ്മ അങ്ങോട്ട് ചെല്ലൂ. ഇനി അത് മതി പരാതിക്ക്. എന്താ നീ എന്നെ വിളിച്ചു എന്ന് പറഞ്ഞു? ഏയ് ഒന്നുമില്ല. അമ്മ ഇവിടെ താമസിക്കാനാ വന്ന? അതെ, പ്രസവം കഴിയുന്നവരെ. എന്തേ? ഒന്നും ഉണ്ടായിട്ടല്ല. ഏട്ടനും ഉണ്ടാവും ഇവിടെ. ഏയ്, ഏട്ടൻ വന്ന കാലത്ത് തന്നെ തിരിച്ചു പോകും. എന്താ പ്രശ്നം? ഏയ് ഒന്നുമില്ലെന്നേ. ആ ഇരിക്ക. അമ്മ കാപ്പി കുടിച്ചോ? കുഞ്ഞുമോൻ എന്തേടാ? അവനെ ഏട്ടന്റെ അടുത്തുണ്ട് അമ്മ. അടുത്ത പ്രാവശ്യം മോൻ വരുമ്പോ വലിച്ച നല്ല വാസനയുള്ള ഒരു ചുവന്ന റോസാപ്പൂ തരും. മിഠായി തരൂ? മിഠായും തരും. അവൻ വലിയ മിഠായി കൊതിയനാ. ശിവനും അങ്ങനെ ആയിരുന്നു ചെറുപ്പത്തില്. പുറത്തു പോയി വരുമ്പോ കൈ നീട്ടും. കൊടുത്തില്ലെങ്കിൽ അന്ന് മുഴുവൻ കരയും. എന്നും മിഠായി വാങ്ങാനുള്ള ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു അത്. അതുകൊണ്ട് ശർക്കരയും തേങ്ങ ചേർത്തൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് അതെടുത്ത് കൊടുക്കും. ഏട്ടൻ ഉണ്ടാക്കണ ആ മിഠായിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. മിഠായി കിട്ടിയില്ലെങ്കിൽ ഏട്ടന്റെ ചെടികൾ മുഴുവൻ ഞാൻ പറിച്ചു കളയും. അപ്പൊ ചെറുപ്പത്തിലേ ഉണ്ടല്ലേ ചെടികള്. പെൺകുട്ടികളുടെ വീട്ടിൽ ചെടികൾ വേണം. എന്നാലും അവർക്കൊരു പൂ പൊട്ടിക്കാനും ചൂടാനും ഒക്കെ പറ്റൂ. ശാന്ത അടുത്തേക്ക് എപ്പോഴും ചമഞ്ഞൊരുങ്ങി നടക്കണം. ഇപ്പോഴും അതെ. സുമ എന്നെ പോലെയാ. പൂക്കൾ പൊട്ടിക്കാനല്ല, അത് ചെടിയിൽ തന്നെ അങ്ങനെ വിടർന്നു നിൽക്കണം കാണാൻ അവൾക്ക് ഇഷ്ടം. പിന്നെ പട്ടാളത്തിൽ വെച്ചു എന്റെ ബാരക്കിന് ചുറ്റും എന്തെങ്കിലും ഒന്ന് രണ്ട് ചെടിയും പൂക്കളും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. വിനു, മോനെ അച്ഛമ്മ വിളിക്കുന്നുണ്ട്. അച്ഛാ, മോനൊന്നും അങ്ങോട്ടാക്ക്. വാ വാ മോനെ. ഞാൻ എന്നാലും അങ്ങോട്ട് ഇറങ്ങിയാലോടാ. രാത്രി ഊണ് കഴിഞ്ഞിട്ട് പോയാ പോരെ? കാപ്പി കുടിച്ചല്ലോ, അത് മതി. ഏട്ടൻ കരുമ്പഴിക്ക് പോണ്ടോ? സുമയുടെ അടുത്തേക്ക്? ഇല്ല. ഒരു കണക്കിന് അങ്ങോട്ട് പോവാണ്ടിരിക്കാനല്ലേ. ഞാനും അങ്ങോട്ട് പോവാറില്ല. നേരി കണ്ടാ ഞാൻ അവനെ കൈവയ്ക്കും, ചിലപ്പോ കൊല്ലും. നായിന്റെ മോൻ. എന്നാലും അവൾക്ക് ഇങ്ങനെ ഒരു ഗതി ഉണ്ടായാലോ എന്ന് ഓർക്കുമ്പോ ക്രിസ്ത്യാനിയോ ഏത് ചാത്തനോ പോത്തനോ ആണെങ്കിലും വിടില്ലായിരുന്നു. അവളിഷ്ടം നടത്തി കൊടുത്താൽ മതിയായിരുന്നു. തെണ്ടി കള്ളും കഞ്ചാവും ഒഴിഞ്ഞ നേരല്ലേ അവന്. ജോലിക്കും പോവില്ല. എന്നാ ടെർമിനേഷൻ കിട്ടുകയെന്ന് പറയാൻ പറ്റില്ല. നാള് മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു. വേറൊരു പെൺകൂടി ഉണ്ട് അത്രേ. ഏതാ? പട്ടത്തി പെണ്ണ കൂടാണ്ടോ? അത് പഴയ കേസല്ലേ. ഇതൊരു ചോത്തിപ്പെണ്ണ്. അവന്റെ തള്ളയാണെങ്കിലോ ചെകുത്താനാ, ചെകുത്താൻ. ഇവളുണ്ടല്ലോ, ഇവളെയൊക്കെ തീയിട്ട് ചുടണം. ഞാൻ വരച്ച വരക്ക് പുറത്തു പോകാത്ത ചെക്കനാ. അവിടെ വീട്ടിൽ കേറിയിട്ട് മാസം ഒന്നായി. എന്റെ മോനെ നശിപ്പിച്ച് നൊറോണക്കല്ല് പിടിപ്പിച്ചിട്ട് അവളെ ശീലാവതി.
കണി കണ്ട ക്രിസ്ത്യാനികളുടെയും മാപ്പിളാരുടെയും തുളത്ത് കയറി നടന്ന സാധനം എന്റെ മോന്റെ തലയെ തന്നെ വന്നു വീണൂലോ എന്റെ ഈശ്വര. ദൈവം. ഈശ്വര ഭഗവാനേ. ഒക്കെ വെക്കുമ്പോഴെങ്കിലും നിന്റെ പൂങ്കണ്ണീര് തോരില്ല അല്ലേ? മോൾക്ക് നല്ല പനിയുണ്ടമ്മേ. അതിലല്ലേ ഹോമിയോ മരുന്ന് വാങ്ങി പണ്ടാറടങ്ങിയത്. അതങ്ങോട്ട് ഉള്ളിലേക്ക് ചെല്ലട്ടെ, അപ്പൊ മാറും. ഞങ്ങൾ എഴുന്നള്ളിതാ. നീ എന്റെ മന്ത്രി കുറ്റം മുഴുവൻ പറഞ്ഞു കൊടുത്തോ. ഓ സുധാകരൻ നായർ ഈ വഴിയൊക്കെ അറിയോ? വാ വാ കേറി വരിക. എന്താ ഏട്ടാ വിശേഷിച്ച്? ഒന്നുമില്ല. അമ്മയ്ക്ക് ബിന്ദുവിന്റെ അടുത്ത് ഒരാഴ്ച വന്ന് നിൽക്കണമെന്ന് കൊണ്ടാക്കിയിട്ട് വരണ വഴിയാ. ഞാൻ വിചാരിച്ചു ഏട്ടന് കല്യാണം വല്ലതും ആയിന്ന്. ഇരിക്കൂ സുധാകരൻ നായരെ. കുടിക്കാൻ ചായയോ കാപ്പിയോ? ഒന്നും വേണമെന്നില്ല. അത് മര്യാദയല്ല. പണ്ട് ഈ തറവാട്ടില് ആരേത് നേരത്തെ കേറി വന്നാലും എല്ലാം വെച്ചൊരു ഊണ് നിർബന്ധ. എന്തായാലും ഉണ്ണാ ഞാൻ നിൽക്കണില്ല. ഇപ്പോഴത്തെ കാര്യമല്ല, പഴയ കാര്യ പറഞ്ഞേ. കാപ്പി എടുക്കാം അല്ലേ? ഓ ഞാൻ എടുക്കാമേ. എന്റെ വീട്ടിൽ വരണവരെ സൽക്കരിക്കേണ്ടത് എന്റെ ജോലിയാ. മോളോ? അവള് സന്ധ്യയ്ക്ക് മുമ്പ് ഉറങ്ങി. പകല് മുഴുവൻ കളി തന്നെയല്ലേ കളി. മുരളി ഇരുട്ടുന്നതിന് മുമ്പ് വരേണ്ടതാണ്. ഇന്നെന്തെങ്കിലും അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോണ്ടി വന്നിട്ടുണ്ടാവും. നീ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. ഏട്ടന് തോന്നണതാ. മുരളിയേട്ടൻ പറയണത് ഞാൻ തടിച്ചു വരികയെന്നാ. ഇടയ്ക്ക് 3-4 ദിവസം നിനക്ക് മോക്കം വീട്ടിൽ വന്ന് ഒന്നൂടെ? നല്ല കാര്യായി. ഞാനും മോളും ഇല്ലെങ്കിൽ മുരളിയേട്ടന് വലിയ പ്രയാസാ. ഞങ്ങൾ 3 പേരും കൂടി വരുമ്പോ അമ്മ ഒറ്റയ്ക്കാവും. അമ്മയ്ക്ക് ഇപ്പൊ ഞാനും മോളും ഇല്ലെങ്കിൽ മതി. ഇനി ഏട്ടൻ നിന്നെ കൂടെ നുണ പറയിക്കണില്ല. എല്ലാം അറിയാം ഏട്ടന്. ഒക്കെ അറിയണ്ട്. തിരുത്താൻ പറ്റാത്ത തെറ്റാണ് ഏട്ടൻ ചെയ്തു പോയത്. പോണു, ഇനി സൽക്കാരം വേണ്ട, പറഞ്ഞേക്കവരോട്.